എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഹാൻഡ് എംബ്രോയിഡറിൻ്റെ മറ്റൊരു ക്ലാസ്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. കഴിഞ്ഞൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ഫ്രഞ്ച് നോട്ടിനെ പറ്റിയിട്ടായിരുന്നു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് ബുള്ളിയൻ നോട്ടിനെ പറ്റിയിട്ടാണ്. ബുള്ളിയൻ നോട്ടും അതുപോലെ തന്നെ ബുള്ളിയൻ റോസും എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഒപ്പം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തായിട്ട് നോട്ടിഫിക്കേഷൻ ബെൽ ഉണ്ടാവും, അതും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പം നമുക്ക് ലേറ്റ് ആക്കേണ്ട വീട്ടിലേക്ക് കിടക്കാം. ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. നമ്മൾ ഫ്രഞ്ച് നോട്ട് പോലെ അത്ര എളുപ്പമല്ല ബുള്ളിയൻ നോട്ട്. ബുള്ളിയൻ നോട്ട് എളുപ്പമാണ്, ഈസിയാണ്, ചെയ്യാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. പക്ഷേ ആദ്യം തന്നെ ചെയ്യുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ ഇതുപോലെ ഞാൻ സ്ക്രീനിൽ ഒരു ABC എന്ന് സി ഇല്ല AB എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ നമ്മളൊരു ലൈൻ വരച്ചിട്ടുണ്ട്. അതായത് മുകളിലെ പോയിന്റിൽ നമ്മൾ എന്നും താഴത്തുള്ള പോയിന്റിൽ നമ്മൾ B എന്നും വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ സൂചിയിൽ നമ്മൾ നൂല് പുറത്തെടുക്കുന്നുണ്ട്. സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഒരറ്റത്ത് കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്, മറ്റേ അറ്റത്ത് നമ്മൾ കെട്ടിട്ട് കൊടുക്കുന്നില്ല. എന്നിട്ട് നമ്മൾ സൂചി, അതായത് സൂചിയിൽ നൂല് പുറത്ത് വെച്ചിരിക്കുന്ന സൂചി നമ്മൾ താഴേന്ന് മുകളിലേക്ക് എടുക്കുകയാണ്. എ എന്ന് പറയുന്ന പോയിന്റിലേക്കാണ് നമ്മൾ എടുക്കുന്നത്. എടുത്തതിന് ശേഷം നമ്മൾ B എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് കുത്തി കൊടുക്കുന്നു. B എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് കുത്തിയിട്ട് ത്രെഡ് ഇതുപോലെ ലൂസാക്കിയിടുക, ടൈറ്റായിട്ട് വലിക്കേണ്ട, ലൂസാക്കി വിട്ടതിന് ശേഷം തിരിച്ച് നമ്മൾ എയിലേക്ക് തന്നെ ആ സൂചി, അതായത് അടിവശത്തു കൂടെ നമ്മൾ ആ സൂചി എയിലേക്ക് തന്നെ എടുക്കുക. എയിലേക്ക് തന്നെ എടുക്കുമ്പോൾ ആ സൂചി മൊത്തമായിട്ട് പുറത്തേക്ക് എടുക്കാതെ കുറച്ച് ഭാഗം ഇങ്ങനെ നടുക്ക് വെച്ചിട്ട്, നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും, കുറച്ച് ഭാഗം വെച്ചിട്ട് ബാക്കി ഭാഗം, അതായത് സൂചിൻ്റെ ബാക്കി ഭാഗം ഉണ്ടല്ലോ ആ ഭാഗത്ത്, അതായത് പൊങ്ങിയിരിക്കുന്ന ഭാഗം നമ്മൾ മൊത്തമായിട്ട് എടുത്തിട്ടില്ലല്ലോ, ആ ഭാഗത്തേക്ക് നമ്മൾ നേരത്തെ ലൂസാക്കി വെച്ചിട്ടുള്ള ത്രെഡ് ഉണ്ടല്ലോ ആ ത്രെഡ് ചുറ്റി കൊടുക്കുക. നമ്മൾ ഫ്രഞ്ച് നോട്ട് ചെയ്യുമ്പോൾ ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തില്ലേ, അതുപോലെ തന്നെയാണ് ഇവിടെ ചുറ്റി കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര സ്ട്രിങ്സ് വേണോ, അതായത് എത്ര തവണ നിങ്ങൾക്ക് ചുറ്റണമെന്ന് വെച്ചാൽ അത്രയും തവണ ചുറ്റി കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ ചെറിയൊരു ലൈനാണ് വരച്ചത്. അപ്പോൾ ആ ലൈന് മൊത്തമായിട്ട് ഇങ്ങനെ കവർ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു 8 വട്ടം ഇവിടെ ഇതേപോലെ 8 വട്ടം ചുറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ 8 വട്ടം ഇതേപോലെ ചുറ്റിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം, പിന്നെ ചുറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഓവർ ടൈറ്റാക്കി പിടിച്ച് വലിച്ച് ചുറ്റരുത്, എന്നാൽ ഓവർ ലൂസാക്കിയിട്ടും ചുറ്റരുത്. ഒരു മീഡിയം ലെവലിൽ ചുറ്റുക. അതായത് ഓവർ ലൂസ് ചെയ്യുമ്പോൾ ആ ത്രെഡ് അങ്ങ് അഴിഞ്ഞു പോവും. അതുപോലെ തന്നെ ഓവർ ടൈറ്റായി കഴിഞ്ഞാൽ നമുക്ക് സൂചി പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, ഒരു മീഡിയം ലെവലിൽ ചുറ്റി കഴിഞ്ഞതിന് ശേഷം ഈ ഒരു സൂചി നമ്മൾ പുറത്തേക്ക് എടുക്കുക. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്, ഇതുപോലെ നമ്മൾ പുറത്തേക്ക് എടുക്കുക. അതായത് എയിൽ നിന്ന് Bയിലേക്ക് നമ്മൾ പുറത്തേക്ക് എടുക്കുക. ഇതേപോലെ നമ്മൾ പുറത്തേക്ക് എടുത്തു. പുറത്തേക്ക് എടുത്തതിന് ശേഷം Bയിൽ വരുന്ന പോയിൻ്റ് ഉണ്ടല്ലോ ആ പോയിൻറ്റിലേക്ക് സൂചി താഴത്തേക്ക് ഇറക്കി കൊടുക്കുക. താഴത്തേക്ക് ഇറക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ജസ്റ്റ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഈ ചുറ്റി കൊടുത്തിട്ടുള്ള ഈ ഒരു ഭാഗം വരുന്നുണ്ടല്ലോ ആ ഭാഗം ജസ്റ്റ് ഒന്ന് അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിനെയാണ് നമ്മൾ ബുള്ളിയൻ നോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. നമ്മളൊരു 3-4 വട്ടം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നൊരു സ്റ്റിച്ചാണ് ബുള്ളിയൻ നോട്ട് എന്ന് പറയുന്നത്. ഒരു ഡിഫിക്കൽട്ടും കാര്യങ്ങളൊന്നുമില്ല. പല ആൾക്കാർ ഇത് ചെയ്യുമ്പോൾ ശരിയായിട്ട് വരാറില്ല എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നത് കാണാറൊക്കെ ഉണ്ട്. പക്ഷേ ബുള്ളിയൻ നോട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം. ഇതുപോലെ നിങ്ങൾ ഒരു 3-4 വട്ടം ചെയ്യുക. ആദ്യം തന്നെ ബുള്ളിയൻ റോസിലേക്ക് പോകരുത്. ആദ്യം തന്നെ ഒരു 3-4 വട്ടം ബുള്ളിയൻ നോട്ട് ഇതേപോലെ എന്ത് ചെയ്യുക, ചെയ്ത് പഠിക്കുക. ചെയ്ത് അത്യാവശ്യം നന്നായിട്ട് പഠിക്കുക. പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ബുള്ളിയൻ റോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ബുള്ളിയൻ റോസ് കിട്ടും കേട്ടോ. ഇവിടെ ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും എങ്ങനെയാണ് ബുള്ളിയൻ നോട്ട് ചെയ്യുക എന്നുള്ളത് ഇപ്പോൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ബുള്ളിയൻ റോസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇതേ സെയിം മെത്തേഡ് തന്നെയാണ്, പക്ഷെ നമ്മൾ റോസായിട്ട് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് ചരിച്ച് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുക, അതിൻ്റെ ഒരു പാറ്റേൺ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ആദ്യം നമ്മൾ ഇതേപോലെ 2 സ്ട്രെയിറ്റ് ആയിട്ട് ചെയ്യും. അതിന് നമ്മൾ 6 സ്ട്രിങ്സ് വെച്ചിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ 3 പെറ്റൽസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതിൽ നമ്മൾ 10 സ്ട്രിങ്സ് വെച്ചിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ കൊടുക്കുന്നത്, അതായത് മൂന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് 6 സ്ട്രിങ്സ് വെച്ചിട്ടാണ് 6 പെറ്റൽസാണ് ചെയ്യുന്നത്. അത് നമ്മൾ 16 സ്ട്രിങ്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതായത് ഒരു റോസിൻ്റെ ഷേപ്പ് നമ്മൾ നടുക്ക് 2 സ്ട്രെയിറ്റ് ആയിട്ട് കൊടുക്കുന്നു. അതിനുശേഷം അതിന് ചുറ്റും ഒരു 3 പെറ്റൽ പോലെ കൊടുക്കുന്നു. പിന്നെ അതിനുശേഷം നമ്മൾ ഒരു മൂന്നാമത്തെ തേർഡ് പാർട്ടായിട്ട് ഒരു 6 പെറ്റൽസ് കൊടുക്കുന്നു. അത് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഫസ്റ്റത്തത് വന്നിട്ട് 6 സ്ട്രിങ്സും രണ്ടാമത്തത് 10 സ്ട്രിങ്സും പിന്നെ വന്നിട്ടുള്ളത് 16 സ്ട്രിങ്സുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഇങ്ങോട്ടേക്കൊക്കെ സൈസും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചും ഒക്കെ ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ 2 വ്യത്യസ്തമായിട്ടുള്ള കളേഴ്സിലാണ് ചെയ്യുന്നത്. അതായത് സെൻറ്ററിൽ വരുന്ന പോർഷൻ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എടുത്ത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ 2 കളേഴ്സാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒരു കളർ യൂസ് ചെയ്തിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. നേരത്തെ നമ്മൾ ചെയ്ത സെയിം മെത്തേഡ് തന്നെ, പക്ഷെ നമ്മളിവിടെ ചെറിയൊരു കുഞ്ഞു ലൈനാണ് കൊടുക്കുന്നത്. കുഞ്ഞു ലൈൻ കൊടുത്തതുകൊണ്ടാണ് നമ്മളൊരു 6 തവണ ചുറ്റി കൊടുത്താൽ മതിയെന്ന്, അതായത് നമ്മൾ 6 തവണ ചുറ്റുന്നത്.
നിങ്ങൾ എടുക്കുന്നത് അത്യാവശ്യം വലിയ, അതായത് വലിയ റോസാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സ്ട്രിങ്സ് കൂട്ടി എടുക്കണം കേട്ടോ. അപ്പം മാത്രമേ നമുക്ക് എന്താ പറയുക, ആ ഒരു ലൈൻ മൊത്തം കവർ ചെയ്തിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതേപോലെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് രണ്ട്, സാധാരണ നമ്മൾ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചു തന്നല്ലോ ബുള്ളിയൻ നോട്ട് എങ്ങനെയാണ് ചെയ്യാമെന്ന്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇതുപോലെ 2 പീസ് അടുപ്പിച്ചിട്ട് ലൈറ്റ് കളറിൽ ചെയ്തിട്ടിട്ട് ഇനി നമ്മൾ പെറ്റൽസ് ചെയ്യാം, അതായത് ബാക്കി വരുന്ന പെറ്റൽസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് കുറച്ച് ഡാർക്ക് കളറാണ്. അപ്പോൾ ഇതേപോലെ നമ്മൾ സൂചിയിൽ നൂല് കോർത്തെടുത്തിട്ടുണ്ട്. ഒരു വശത്ത് മാത്രം കെട്ടിട്ട് കൊടുത്തിട്ടുള്ളൂ, ഒരു വശം നമ്മൾ അയച്ചിട്ടാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇനി എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയാണ് എടുക്കുന്നത്. അതായത് എന്തിനാണ് നമ്മൾ ഈ സെൻറ്ററിൽ 2 സ്ട്രെയിറ്റ് ആയിട്ടുള്ളത് കൊടുത്തതെന്ന് നിങ്ങൾക്കറിയാം. അതായത് റോസിൻ്റെ സെൻറ്ററിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫ്രഞ്ച് നോട്ട് കൊടുത്തിട്ട് അതിന് ചുറ്റും വേണമെന്നുണ്ടെങ്കിൽ ബുള്ളിയൻ നോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. പക്ഷേ ഇവിടെ നമ്മൾ സെൻറ്ററിൽ സ്ട്രെയിറ്റ് ആയിട്ട് കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇനി വരുന്ന ഭാഗം, അതായത് ഇനി പെറ്റൽസ് നമ്മൾ പുറമേക്ക് ചെയ്യുമ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു നമ്മൾ ഉള്ളിൽ കൊടുത്തിട്ടുള്ള ഈ ഒരു സ്ട്രെയിറ്റ് പീസ് ഉള്ളത് കൊണ്ടാണ് അതിങ്ങനെ വളഞ്ഞ് വരുന്നത്. അപ്പോഴാണ് കാണുമ്പം നമുക്കൊരു റോസിൻ്റെ ഷേപ്പ് പോലെ വരിക കേട്ടോ. നേരെ മറിച്ച് നമ്മൾ കറക്റ്റ് സെൻറ്ററിലൊരു ഫ്രഞ്ച് നോട്ട് കൊടുത്തിട്ടാണ് ബുള്ളിയൻ റോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഇത്രയ്ക്ക് നീറ്റായിട്ടൊരു നല്ലൊരു റോസിൻ്റെ ഷേപ്പിൽ അത് കിട്ടാനെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ സെൻറ്ററിൽ 2 സ്ട്രെയിറ്റ് പീസ് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഇങ്ങനെ വളച്ചിട്ട് ചെയ്യുന്നത്. വളച്ചിട്ടെന്ന് പറയുമ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയാണ്, അതായത് സൂചി നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയാണ് കുത്തുന്നത്. പക്ഷെ നമ്മളത് മുഴുവൻ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, നമ്മൾ ഇതേപോലെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ കൊടുക്കുമ്പോഴാണ് നമുക്ക് കറക്റ്റ് റോസിൻ്റെ ഒരു പെറ്റൽസ് പോലെ അത് കിട്ടുന്നത്. പിന്നെ നമ്മൾ ചെയ്യുന്ന സമയത്ത് മാക്സിമം നമ്മൾ ഇതേപോലെ ബുള്ളിയൻ നോട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാന്ന് വെച്ചാൽ അടുപ്പിച്ച് ചെയ്യുക. അതായത് മാക്സിമം ഓവർലാപ്പ് ചെയ്യുന്ന രീതിയിൽ, റോസിൻ്റെ പെറ്റൽസ് എപ്പോഴും അങ്ങനെയാണല്ലോ, ഓവർലാപ്പ് ചെയ്യുന്ന രീതിയിലാണ് വരുന്നത്. അപ്പോൾ മാക്സിമം ഓവർലാപ്പ് ചെയ്യുന്ന ഒരു ഭാഗം എങ്ങനെയാണെന്ന് വെച്ചാൽ അത് അവിടെ നോക്കിയിട്ട് ഇതേപോലെ സ്റ്റിച്ചസ് കൊടുക്കുക. മാക്സിമം കവർ ചെയ്യുന്ന രീതിയിൽ അടുത്തടുത്ത് ചെയ്യാം. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇതുപോലെ നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ആ ഒരു റോസിൻ്റെ ഷേപ്പ് ഇതേപോലെ കവർ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് എടുക്കുന്ന സ്റ്റിച്ച് കുറച്ച് വിട്ടിട്ടാണ്, അതായത് നമ്മൾ തുന്നി വരുന്ന സ്റ്റിച്ച് കുറച്ച് വിട്ടിട്ടാണെങ്കിൽ പോലും നമ്മൾ അവസാനം കൊടുക്കുന്ന ആ ഒരു നോട്ട് മാക്സിമം ഇതിൻ്റെ അടുത്തേക്കായിട്ട്, അതായത് ഓവർലാപ്പ് ചെയ്യുന്ന രീതിക്കൊക്കെ വെച്ചിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബുള്ളിയൻ നോട്ടും ബുള്ളിയൻ റോസും ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ബുള്ളിയൻ റോസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിലേക്ക് നമ്മളൊരു ലീഫും കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ലീഫ് ജസ്റ്റ് ഞാൻ ഇതിൻ്റെ അകത്തൊന്ന് കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് ലീഫ് ചെയ്യുന്നതെന്നല്ല. പക്ഷേ ലീഫിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ, അതായത് ഡിഫറെൻറ്റ് ആയിട്ട് ഒരുപാട് ടൈപ്പിൽ നമ്മൾ ലീഫ് ചെയ്യും. അപ്പോൾ അത് ഏതൊക്കെയാണെന്നും എങ്ങനെയൊക്കെയാണ് ചെയ്യാന്നുള്ളതും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. എന്നാലും ഞാൻ ഇതിനകത്ത് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞില്ലല്ലോ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അറിയില്ലല്ലോ എന്ന് ബിഗിനേഴ്സ് വിചാരിക്കേണ്ട. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ വേറെ തന്നെ ഒരു വീഡിയോ, അതായത് എത്ര ടൈപ്പ് ലീഫ് ഉണ്ടെന്നും അത് എങ്ങനെയൊക്കെയാണ് ചെയ്യാമെന്നുള്ളതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞാൻ വേറെ തന്നെ ചെയ്യുന്നുണ്ട്. അത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ബുള്ളിയൻ ഡോട്ടും ബുള്ളിയൻ റോസും പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു, നിങ്ങൾക്ക് എളുപ്പമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഒപ്പം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.